എന്ന് പറയുന്നത് നമുക്ക് ടെൻസ് ഒരു ഗ്രാമറ്റിക്കൽ മെത്തേഡാണ്. വി യൂസ് ടു ലൊക്കേറ്റ് ആൻ ഇവന്റ് ഇൻ ടൈം. വി ഡു ദിസ് ബൈ ചേഞ്ചിങ് ദ ഫോം ഓഫ് വെർബിന്റെ ഫോം ചെയ്തുകൊണ്ടാണ് നമ്മൾ ടൈമിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതാ ടെൻസിൽ അത് ഇത്രേ ഉള്ളൂ. നമുക്ക് അവിടെ ബിഗ് 3 ലൊക്കേഷൻസ് ഇൻ ടൈം. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യം പറയുന്നു. ആ ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യം പറയുമ്പോൾ അത് എപ്പോൾ നടന്നു എന്ന് നമ്മുടെ കൺവീനിയൻസിനും കേൾക്കുന്ന ആളുടെ കൺവീനിയൻസിനും നമ്മുടെ വാക്കിൽ തന്നെ അർത്ഥമാക്കണം. ആ വാക്ക് കേൾക്കുമ്പോൾ ഒരാളുടെ വായിൽ ഇരിക്കുന്ന വർത്താനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ പഴയ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, ഫ്യൂച്ചർ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇത് പറയാൻ ഇംഗ്ലീഷിൽ നമുക്കുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഫോംസ് മാറ്റി പറയുക എന്നുള്ളത്. വെർബിന്റെ ഫോമിൽ മാറ്റം വരുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കും ഇത് ഓരോ ഒന്ന് ഇപ്പോൾ പറയുന്ന പാസ്റ്റിലെ കാര്യമാണ്, ഇനി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസന്റ് ആണ്, ഇയാൾ പറയുന്നത് ഫ്യൂച്ചറിലെ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സമയം 3 തരത്തിലുള്ള സമയമുണ്ട്. ഒന്ന് പറയുന്നത് പാസ്റ്റ് എന്ന സമയം, ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. നെക്സ്റ്റ് പ്രസന്റ് ആണ്, ഇറ്റ്സ് ഹാപ്പനിങ് നൗ ഓർ ഹാപ്പൻസ് റെഗുലർലി. ഞാൻ പ്രസന്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസൻ ഹാപ്പൻഡ് ഇറ്റ്. അതായത് എന്താണ് നമുക്ക് വൈ ഡു വി നീഡ് ഇറ്റ്. ഇപ്പോൾ ചുമ്മാ നമ്മൾ പറയുകയാണ് ഐ ഈറ്റ് പിസ്സ ഡസന്റ് മീൻ യു ആർ ഈറ്റിംഗ് ഇറ്റ് നൗ, യു ഈറ്റ് യെസ്റ്റർഡേ, യു പ്ലാൻ ടു ഈറ്റ് ടുമോറോ. നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ടെൻസ് വെച്ച് നോക്ക്. ഐ ഏറ്റ് പിസ്സ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ കാര്യമാണ്, പാസ്റ്റ് ആണ്, ഫിനിഷ്ഡ് ആണ്. ഐ ആം ഈറ്റിംഗ് പിസ്സ എന്ന് വെച്ചാൽ പ്രസന്റ് ആണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ഈറ്റ് പിസ്സ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണ്, നമ്മുടെ പ്ലാൻ ആണ് പറയുന്നത്. സോ ടെൻസ് പ്രൊവൈഡ് കോൺടാക്ട് ആൻഡ് ലോജിക് ടു അവർ സ്റ്റോറീസ്. ഇറ്റ് അലൗസ് us to sequence events so people understand it. ഓക്കെ, നമുക്ക് പാസ്റ്റിലെ കാര്യം പറയാം, പാസ്റ്റിൽ ഒരു ടെൻസ് മതി. പ്രസന്റിലെ കാര്യം പ്രസന്റിലെ ടെൻസ് മതി. ഫ്യൂച്ചർ കാര്യം പറയാം, ഫ്യൂച്ചറിലെ ടെൻസ് മതി. അങ്ങനെ ആകുമ്പോൾ 3 ടെൻസ് മതിയല്ലോ. പക്ഷേ നമുക്ക് മൊത്തത്തിൽ നമുക്ക് 12 ടെൻസുകൾ പഠിക്കാനുണ്ട്. എന്താണ് ഈ 12 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് കെയർ അബൌട്ട് വെൻ, അതായത് സമയത്തെക്കുറിച്ച് മാത്രമല്ല ഇംഗ്ലീഷ് കെയർ ചെയ്തത്, കൂടാതെ ഓൾസോ കെയർസ് അബൌട്ട് ഹൗ, അതായത് ആസ്പെക്റ്റിനെ കുറിച്ചും കെയർ ചെയ്യുന്നുണ്ട്. ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എലോൺ ഈസ് ഇനഫ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ. ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയം മാത്രം പോരാ, നമുക്ക് കൂടാതെ അതിന്റെ സ്റ്റേറ്റസ്, അതിന്റെ കംപ്ലീറ്റ്നസ്, അതിന്റെ ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയോ, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതൊക്കെ അറിയണം നമുക്ക്. അതിനുള്ള ആസ്പെക്ട്. സോ ടൈം മാത്രം പോരാ, ആസ്പെക്ട് നമുക്ക് അറിയണം. സോ അതുകൊണ്ട് തന്നെ ഓരോ ടെൻസിനും വീണ്ടും, അതായത് പാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ എന്തുണ്ട്, 4 എണ്ണം ഉണ്ട്. സോ പാസ്റ്റിനെ കുറിച്ച് പ്രസന്റിന് 4, ഫ്യൂച്ചറിന് 4, അങ്ങനെ 12 ടെൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ടെൻസ് നമുക്ക് ടൈം പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ ടൈം മാത്രം പോരാ, അതിലൂടെ ആസ്പെക്ട് കൂടെ വേണം. സോ അതിന് വേണ്ടിയാണ് നമുക്ക് പാസ്റ്റിലെ തന്നെ ആസ്പെക്റ്റുകളെ പറയാൻ 4 എണ്ണം, പ്രസന്റ് പ്ലസ് പ്രസന്റിന്റെ ടൈമും പ്ലസ് അതിന്റെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് 4 എണ്ണം ഉണ്ട്. ഇത് 4 ടെൻസ്, അതായത് ഒരു ടെൻസിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ whether the action is a habit, action ഒരു ഹാബിറ്റ് ആണോ, whether it is happening now, ഇപ്പോൾ നടക്കുന്നതാണോ, whether it is finished, തീർന്നതാണോ, whether it is started earlier and still going, ഇപ്പോൾ തുടങ്ങി ഇപ്പോഴും തുടരുന്നതാണോ, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആസ്പെക്റ്റുകളെ കുറിച്ചുള്ള ഐഡിയ വേണം. സോ അതിന് വേണ്ടി നമുക്ക് ഒറ്റ ടെൻസ് മാത്രം കൊണ്ട് ഇതൊന്നും നടക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, ഡിവിഷൻസ് വേണം. സോ ഓരോ സമയത്തിനെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ സിമ്പിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫാക്ട് ആണ്. ഒരു പ്രവൃത്തി ഇൻകംപ്ലീറ്റ് ആണോ കംപ്ലീറ്റ് ആണോ ഐഡിയ നമുക്ക് തരാം. ജസ്റ്റ് ഫാക്ട് പറയാനാണ് സിമ്പിൾ. കണ്ടിന്യൂസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റിൽ കണ്ടിന്യൂ ആവാം, പ്രസന്റിലാവാം, ഫ്യൂച്ചറിലാവാം. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് എന്ന വാക്കിനർത്ഥം കംപ്ലീറ്റ് ആയി എന്നുള്ളത്. ഒരു ആക്ഷൻ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് വാക്കിനർത്ഥം ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളത്. സോ പെർഫെക്റ്റ് ടെൻസുകളും ഒരു കംപ്ലീറ്റ് ആക്ഷൻ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ പെർഫെക്റ്റ് 4 അർത്ഥങ്ങളുണ്ട്. സമയത്തിന്റെ 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ്. അത് പെർഫെക്റ്റ് ടെൻസുകൾ സമയത്തിന്റെ 2 പോയിന്റ് കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് പാസ്റ്റിലെയും പ്രസന്റിലെയും, അതായത് പാസ്റ്റ് എന്ന പാസ്റ്റ് പ്രസന്റ് ടൈമിലെ 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ പാസ്റ്റിന്റെ പാസ്റ്റ് ആണ്, അതായത് പാസ്റ്റിലെ ഒരു പോയിന്റിനെ പാസ്റ്റിലെ തന്നെയുള്ള ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രസന്റിലെ ഒരു പോയിന്റിനെ ഫ്യൂച്ചറിലെ ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താ, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പെർഫെക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വിചാരിക്കും എന്താണ്, ആക്ഷൻ കംപ്ലീറ്റഡ് ആക്ഷനെ കുറിച്ച് സംസാരിക്കുന്നത്, അല്ലാതെ കണ്ടിന്യൂസ് നടക്കുന്നുണ്ടോ, കണ്ടിന്യൂസ് ആണ് പ്രയോറിറ്റി എന്ന് ചിത്രമേ ഉള്ളൂ. അവിടെയും ആക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടില്ല. സോ അതിനെക്കുറിച്ച് നമുക്ക് വരും പറയാം.